ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ എല്ലാവരും ആദരവും ബഹുമാനവും ഇഷ്ടപ്പെടുന്നു. നമ്മെ ഒരാൾ നന്ദിച്ചു പറഞ്ഞാൽ നമുക്ക് സന്തോഷവും നിന്ദിച്ചു പറയുമ്പോൾ നമുക്ക് വിഷമവും ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ നാം ആ നന്ദിക്കുമ്പോൾ അല്ലെങ്കിൽ ബഹുമാനിക്കുമ്പോൾ ആ സന്തോഷം അധിക സമയം നിലനിൽക്കുകയില്ല. ഒരാൾ ബഹുമാനിക്കുന്നുവെങ്കിൽ മറ്റൊരാൾ നിന്ദിക്കുക സ്വാഭാവികമാണ്. അതിനാൽ നാം ബഹുമാനത്തെയോ അപമാനത്തെയോ ഒരേപോലെ കാണാൻ പഠിക്കണം. അതാണ് ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ, അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അമൃതിനു തുല്യം നിനക്കപമാനം. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, നമ്മൾ മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അവർക്ക് അതുപോലെ തോന്നിയെന്ന് വരില്ല. അപമാനിച്ചാൽ ദുഃഖിക്കുകയും ചെയ്യണ്ട. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ. മറ്റുള്ളവർ നമ്മളെ മാനിക്കുമ്പോൾ നമുക്ക് അഹങ്കാരമായിരിക്കും വരുന്നത്. ഞാൻ നല്ലയാളാണ്, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല, കണ്ടില്ലേ അയാൾ അങ്ങനെ പറയുന്നത് എന്നെല്ലാം തോന്നി അതിൽ നാം ചേർക്കും. അതാണ് അഹങ്കാരം വന്നിടും. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ, അപമാനിച്ചാൽ കോപിക്കാതെ മനമേ. നമ്മെ ഒരാൾ അപമാനിക്കുകയാണെങ്കിൽ അതിൽ നാം ഒരിക്കലും അവരുടെ നേരെ കോപം ഉണ്ടാവരുത്. അമൃതിനു തുല്യം നിനക്കപമാനം. അമൃത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്വാദിഷ്ടമായ ഒരു ഭോജ്യം എന്നാണ് ഇവിടെ അർത്ഥം. അങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഭോജ്യം, പഞ്ചാമൃതം എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെ അമൃതിന് തുല്യമായിട്ട് ഈ അപമാനത്തെ കാണണം. ഒരാൾ നമ്മെ അപമാനിക്കുമ്പോൾ അയാളുടെ നേരെ വടിയും കത്തിയും എടുത്ത് ചെല്ലുകയല്ല വേണ്ടത്, ക്രുദ്ധിച്ച് ചാടുകയല്ല വേണ്ടത്. അയാളോട് നന്ദി പറയണം നമ്മൾ. അമൃതിനു തുല്യം നിനക്കപമാനം. ഈ ലോകത്തിൽ അപമാനവും ബഹുമാനവും കിട്ടാത്തവരായിട്ട് ആരുമില്ല. ബഹുമാനം ഒരു വശത്തുണ്ടോ തീർച്ചയായിട്ടും മറുവശത്ത് അതിൻ്റെ ബാലൻസ് ശരിപ്പെടാൻ അപമാനവും ഉണ്ടാകും. ഏതൊരു വ്യക്തിക്കും ആ ബഹുമാനത്തിന് തുല്യമായ അപമാനവും ഉണ്ടാകും. അതുകൊണ്ട് അത് രണ്ടിനെയും ഒരേപോലെ കാണാനാണ് നാം അഭ്യസിക്കേണ്ടത് എന്നാണ്. ബഹുമാനം ആഗ്രഹിക്കാതെ മനമേ, അഹങ്കാരം വന്നിടും ബഹുമാനിക്കുമ്പോൾ, അപമാനിച്ചാൽ കോപിക്കാതെ മനമേ, അമൃതിനു തുല്യം നിനക്കപമാനം.